ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ CPM ജീർണത നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സരോവരത്തെ നീർത്തടങ്ങൾ നികത്തുന്നതിന് പിന്നിൽ ഭൂമാഫിയകളാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലോകപര്യടനം നടത്തണമെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ കോഴിക്കോട് ശാഖയായ സുവർണ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് CPM-ന് ജീർണത നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇനി എത്ര പേർ BJP-യിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പിന്നെ ഇപ്പൊ പാർട്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ? CPM ജീർണതയെ നേരിടുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? കഴക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP വിട്ടു. അതിനെക്കുറിച്ചുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ കമന്റ്, അതേ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ BJP-ആയിട്ട് ബന്ധമുണ്ടെന്നാണ്. അപ്പോൾ എനിക്ക് MV ഗോവിന്ദനോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും CPM-ന്റെ ഏരിയ സെക്രട്ടറിമാർക്കും BJP-ആയിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. നമുക്ക് സൂക്ഷിച്ച് നടക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സരോവരത്തെ നീർത്തടങ്ങൾ നികത്തുന്നതിന് പിന്നിൽ ഭൂമാഫിയകളാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ. ഭരണകൂടം ഇവർക്ക് ഒത്താശ ചെയ്യുകയാണെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് സരോവരത്ത് അനധികൃതമായി കണ്ടൽക്കാടുകൾ വെട്ടിനിരത്തി മണ്ണിട്ട് നികത്തിയ സ്ഥലം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK സജീവൻ സന്ദർശിച്ചു. കോട്ടൂളി തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കുറച്ചുകാലമായി പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. തണ്ണീർത്തടം, തോട്ടം, നഞ്ച, പുഞ്ച, സ്ഥിരം പുഞ്ച എന്നിങ്ങനെ സർക്കാർ മേഖലയിൽ കാണിച്ചിട്ടുള്ള ഈ നിലത്തിൽ അനധികൃതമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം VK സജീവൻ പറഞ്ഞു. തണ്ണീർത്തടം നികത്തലും കണ്ടൽക്കാടുകൾ നശിപ്പിക്കലുമെല്ലാം കഴിഞ്ഞ കുറെ വർഷമായി ഭൂമാഫിയയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ കൈവശമുള്ള കോട്ടൂളി തണ്ണീർത്തടത്തിന്റെ ഭാഗമായിട്ടുള്ള ഭൂമിയാണിത്. ഇവിടെയാണ് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി അധികൃതരുടെ മുന്നിൽ വെച്ച് കണ്ടൽക്കാട് നശിപ്പിക്കാനും തണ്ണീർത്തടം നികത്താനും ശ്രമം നടത്തുന്നതെന്നും VK സജീവൻ പറഞ്ഞു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയൊക്കെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഈ ഭൂമാഫിയകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് അവരെ കള്ളക്കേസിൽ കുടുക്കി ഈ സമരത്തെ ഇല്ലാതാക്കാൻ, ഈ സമരത്തിന്റെ ബലം കുറക്കാൻ അവർ പരിശ്രമിക്കുന്നത്. അതൊന്നും ഇവിടെ വേവാൻ വേണ്ടി പോകുന്നില്ല. ഇത് നാട്ടുകാരുടെ മുമ്പിൽ ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾക്കും ഈ ഭൂമി ഇതേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ സമരം നടത്തുന്ന, ഈ പോരാട്ടം നടത്തുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണയുമായി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ പ്രക്ഷോഭം നടത്തുന്ന നാട്ടുകാർക്കും പ്രകൃതി സംരക്ഷണ സമിതിക്കും അദ്ദേഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. BJP ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KV സുധീർ, ജില്ലാ സെക്രട്ടറിമാരായ T റനീഷ്, അനുരാധ തായാട്ട്, പ്രശോഭ് കോട്ടൂളി, നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സബിത പ്രഹ്ലാദൻ, ജനറൽ സെക്രട്ടറി P രജിത് കുമാർ തുടങ്ങിയവരും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലോകപര്യടനം നടത്തണമെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് തടവുകാരുടെ ബന്ധുക്കൾ ലോക്സഭ, രാജ്യസഭാ അംഗങ്ങളെയും ശശി തരൂരിനെയും സന്ദർശിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. വിദേശ ഭാഷകളിലുള്ള പ്രാവീണ്യം കുറവും ഇതേപോലെയുള്ള
കോടതികളും പബ്ലിക് പ്രോസിക്യൂഷനും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരോട് ഏത് രീതിയിൽ സംസാരിക്കണമെന്നോ ഇവരുടെ നിരപരാധിത്വം വെളിപ്പെടുത്തുന്നതിനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കാൻ പറ്റാവുകയും ഒക്കെ ആയിട്ടാണ് ഇവർക്ക് ഇതുപോലുള്ള ജഡ്ജ്മെന്റുകൾ ലഭിക്കുന്നത്. എന്തായിരുന്നാലും 2015 വരെ നമ്മൾ പല രാജ്യങ്ങളും 31 രാജ്യങ്ങളുമായിട്ട് പ്രിസണേഴ്സ് ട്രാൻസ്ഫർ അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. വിദേശ ജയിലുകളിൽ ചെന്നുവിടുന്ന ഇതുപോലുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ദ്വിരാഷ്ട്ര ഉടമ്പടികളാണവ. ഇതിലൊന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാത്രം വിദേശ ജയിലുകളിൽ ഇന്ത്യക്കാരുടെ എണ്ണം 10,000-ഓളമാണ് വർദ്ധിച്ചത്. ജയിലുകളിൽ ദിനംപ്രതി ഇന്ത്യക്കാരുടെ മരണവും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതു സംബന്ധിച്ച് സഭാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭ രാജ്യസഭ അംഗങ്ങളുടെ പിന്തുണയോടെ സംയുക്തമായി ഒപ്പുവച്ച ഭീമ ഹർജി ഇന്ത്യൻ പാർലമെന്റിന് സമർപ്പിക്കുമെന്ന് UDF ലോക്സഭാ കൺവീനർ ആന്റോ ആന്റണി MP അറിയിച്ചതായി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെ പ്രതികൂല മനോഭാവം ഇന്ത്യൻ പ്രവാസികളെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും അവർ വിശദീകരിച്ചു. KPCC ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് രക്ഷാധികാരിയുമായ അഡ്വക്കേറ്റ് PM നിയാസിനൊപ്പം പ്രസിഡന്റ് RJ സജിത്ത്, ജനറൽ സെക്രട്ടറി ഇറീന ഭാസ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തടവുകാരുടെ ബന്ധുക്കൾ ചേർന്ന് ദില്ലിയിൽ MP-മാരെ സന്ദർശിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് RJ സജിത്ത്, ജനറൽ സെക്രട്ടറി എറീന ഭാസ്കർ എന്നിവരും തടവുകാരുടെ ബന്ധുക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ കോഴിക്കോട് ശാഖയായ സുവർണ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ആദരിക്കലും പ്രദർശനവും അംഗങ്ങളുടെ നൃത്ത പരിപാടികളും കൊണ്ട് സമ്പന്നമായിരുന്നു വാർഷിക ആഘോഷം. AIWC കോഴിക്കോട് ശാഖയായ സുവർണ 75ാം വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. കോഴിക്കോട്ട് നടന്ന പരിപാടി കല്യാണി രാജ് ഉദ്ഘാടനം ചെയ്തു. But despite all the odds, the amount of work Suvarna has been doing and taking up initiatives, taking up projects and successfully completing it is really amazing and highly commendable. I've gone through your brochures and I've seen what all work, and just now we saw the exhibition, the work you have been doing, right from supporting children for higher education to doing regular programs on environment and climate change. And I think one of your projects really attracted me quite a lot, that entrepreneurship exhibition which you have been doing. It is really good, and I wish actually that I will try to talk to the other branches as well to take it up, because it's a real boost. മലയാള സിനിമ തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സുവർണ പ്രസിഡന്റ് ചിത്ര കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. അളകാപുരി ഡയറക്ടർ തങ്കം അരീക്കത്തിനെ സ്ത്രീ സംരംഭക എന്ന നിലയ്ക്കും സുവർണയുമായുള്ള ചിരകാല സഹകരണവും പ്രോത്സാഹനവും മാനിച്ചുകൊണ്ടും ആദരിച്ചു. വത്സല ഗോപി, ഭുവനേശ്വരി രവീന്ദ്രൻ, സുജ മധു, ഉഷ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു. അംഗങ്ങൾ പങ്കെടുത്ത വിവിധ നൃത്ത പരിപാടികളും സംഘഗാനവും അരങ്ങേറി. ശ്രീദേവി വെങ്ങാലിൽ അവതരിപ്പിച്ച കഥക് നൃത്തവും അവതരിപ്പിച്ചു. ജയന്തി മേനോൻ, രശ്മി ബാലഗോപാൽ, ജയ മുരളി, ദീപ ഉണ്ണികൃഷ്ണൻ, ബിന്ദു ബാലു, ശ്രീജ സതീഷ് തുടങ്ങിയവർ നൃത്തപരിപാടികളിൽ പങ്കെടുത്തു. പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് സുവർണ സെക്രട്ടറി ശശികല തമ്പാൻ, ട്രഷറർ ലക്ഷ്മി ബായി തുടങ്ങിയവർ നേതൃത്വം നൽകി. സുവർണ ചെയ്തുവന്ന വിവിധ സേവനങ്ങളെ ആസ്പദമാക്കിയുള്ള പ്രദർശനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ആഭിമുഖ്യത്തിൽ വൃക്കരോഗ ബോധവൽക്കരണ ക്ലാസും സൗജന്യ വൃക്കരോഗ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഭാരവാഹികളും ആരോഗ്യ പ്രവർത്തകരും പരിപാടിക്ക് നേതൃത്വം നൽകി. ലോകത്ത് വൃക്കരോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E നേതൃത്വത്തിൽ വൃക്കരോഗ ബോധവൽക്കരണ ക്ലാസും വൃക്കരോഗ നിർണയ ക്യാമ്പും നേത്രരോഗ പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു. KMCT ഹോസ്പിറ്റലും ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഗാർണറ്റും ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് സാമൂറിയൻസും ചേർന്ന് വെള്ളിമാടുകുന്ന് പത്രോണി നഗർ ഇന്ദിരാ ഹാളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. ക്യാമ്പിനോടനുബന്ധിച്ച ചടങ്ങ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318E ഗവർണർ KV രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വന്നു കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ കൺട്രോളിലായിരിക്കില്ല. ഒന്ന് പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയാലിസിങ്ങിന് നടന്നുകൊണ്ടിരിക്കും. കയ്യിലുള്ള പൈസയും കീശയിലുള്ള പൈസയും നമ്മളെ മറ്റുള്ള സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെടുത്തി അവസാനം ആൾ പോകും. അപ്പോൾ അതാണ് ഈ ഡയാലിസിസ് ഒക്കെ തുടങ്ങി വന്നു കഴിഞ്ഞാലുള്ള വിഷയം. അതുകൊണ്ട് എല്ലാവരും എല്ലാവർക്കും ഇത് അസുഖമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ നമ്മളെ പരിചയമുള്ള ആൾക്കാർ, ചെറുപ്പക്കാരായാലും നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആളായാലും മറ്റ് ചുറ്റുപാടുള്ള ആളായാലും എല്ലാവരോടും ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകളൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് പോയി ചെയ്ത് നോക്കി അതിനെക്കുറിച്ച് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത്. MK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KMCT ചെയർമാൻ ഡോക്ടർ മൊയ്തു, ലയൺസ് ഭാരവാഹികളായ രവി ഗുപ്ത, പ്രേംകുമാർ, E അനിരുദ്ധൻ, കൃഷ്ണനുണ്ണി രാജ, UK ഭാസ്കരൻ നായർ, KR ജംകിഷ്, വാർഡ് കൗൺസിലർ TK ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. AK ഗോപാലൻ, K സുനിൽകുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗവൺമെന്റ് ITI ബേപ്പൂർ ട്രെയിനീസ് മാഗസിൻ പുറത്തിറക്കി. മാഗസിന്റെ പ്രകാശനം KM സച്ചിൻ ദേവ് MLA നിർവഹിച്ചു. ITI അധ്യാപകരും കുട്ടികളും പങ്കെടുത്തു. 2008 ഗവൺമെന്റ് ITI പ്രവർത്തനം തുടങ്ങിയത്. 2023-24 ട്രെയിനീസ് കൗൺസിലാണ് മാഗസിൻ പുറത്തിറക്കിയത്. പ്രകാശനം KM സച്ചിൻ ദേവ് MLA നിർവഹിച്ചു. ഓരോ കലാലയങ്ങളുടെയും പ്രതികരണങ്ങളുടെയും സമീപനങ്ങളുടെയും എല്ലാം തുലമയാർന്ന മാധ്യമം എന്ന പ്രത്യേകത കലാലയ യൂണിയന്റെ മാഗസിനുണ്ട്. ഗൗരവമേറിയ നിരവധി അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വിദ്യാർത്ഥികൾ പൊതുസമൂഹത്തോട് സംവദിക്കാൻ ആശ്രയിക്കുന്ന സുപ്രധാനമായ മാധ്യമങ്ങളിലൊന്ന് കലാലയ യൂണിയനുകളുടെ മാഗസിനുകളാണ്. അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ ഈ സമൂഹത്തിന്റെ വിവിധവും വൈവിധ്യവുമാർന്ന മേഖലകളെ സ്പർശിക്കുന്ന വിധത്തിലുള്ളതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിദ്യാർത്ഥികളായ നിങ്ങളാണ് ചടുലമായി പ്രതികരിക്കുകയും പ്രകടമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നവർ. ട്രെയിനീസ് എഡിറ്റർ ഷിബില ഷെറിൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ മധു TV, മാഗസിൻ സ്റ്റാഫ് എഡിറ്റർ സുനീഷ് EK, യൂണിയൻ ചെയർമാൻ തൃഷ്ബു MB എന്നിവർ സംസാരിച്ചു. എഡിറ്റോറിയൽ ബോർഡ് അംഗം റഫ്സീന PK, ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ രത്ന M എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 96 ട്രെയിനീസ് ഹോസ്പിറ്റൽ, ഹൗസ് കീപ്പിംഗ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ എന്നീ കോഴ്സുകളിൽ ഇവിടെ പരിശീലനം നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മാസ് മീഡിയ ട്രസ്റ്റ് പ്രഥമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ കർമ്മ മേഖലകളിലെ പ്രതിഭകൾക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. 1000 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡുകൾ ഡിസംബർ 14 ബാലുശ്ശേരിയിൽ മന്ത്രി AK ശശീന്ദ്രൻ സമർപ്പിക്കും. സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാസ് മീഡിയ ട്രസ്റ്റിന്റെ വിവിധ കർമ്മ മേഖലയിലെ പ്രതിഭകൾക്കുള്ള
പ്രഥമ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം ഡിസംബർ 14 ഈ മാസം ബാലുശ്ശേരിയിൽ വെച്ച് ബഹുകേരള വനം പരിസ്ഥിതി മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ പുരസ്കാര ജേതാക്കൾക്ക് നൽകുന്നതാണെന്ന് അറിയിക്കുന്നു. PR നാഥൻ സാഹിത്യം, KF ജോർജ് പത്രപ്രവർത്തനം, ഡോക്ടർ അനിൽ K മാത്യു ആരോഗ്യം, ഡോക്ടർ ആബിദ പുതുശ്ശേരി വിദ്യാഭ്യാസം, സുജിത്ത് ശ്രീധരൻ യൂത്ത് മോട്ടിവേറ്റർ എന്നിവർക്കാണ് പുരസ്കാരങ്ങൾ നൽകുക. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബർ 14 ബാലുശ്ശേരിയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി AK ശശീന്ദ്രൻ സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണൻ തിരുവാലിൽ, സെക്രട്ടറി മോഹൻ ചീക്കിലോട്, ട്രസ്റ്റി ഡോക്ടർ K രാജൻ, രതീഷ് E നായർ, ശ്രീകുമാർ നിയതി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ജില്ലാ വിദ്യാരംഗം കലാസാഹിതി സർഗോത്സവം സമാപിച്ചു. 7 ഇനങ്ങളിലായി ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 500 വിദ്യാർത്ഥികൾ 2 ദിവസങ്ങളിലായി നടന്ന ശില്പശാലയിൽ പങ്കെടുത്തു. വിദ്യാരംഗം കലാസാഹിതി സർഗോത്സവത്തിന്റെ സമാപന സമ്മേളനം പ്രശസ്ത എഴുത്തുകാരൻ മോഹനൻ ചേനോളി ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റ് A ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. HM സിസ്റ്റർ സിനി M കുര്യൻ, MTA പ്രസിഡന്റ് കൃഷ്ണപ്രിയ, പ്രമോദ് മോവനാരി, ജനാർദ്ദനൻ മാസ്റ്റർ, PP ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ ബിജു കാവിൽ വിദ്യാരംഗം പ്രവർത്തന സംക്ഷിപ്തം അവതരിപ്പിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ VM അഷറഫ്, രഞ്ജിഷ് ആവള തുടങ്ങിയവർ നേതൃത്വം നൽകി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. 2 ദിവസം നീണ്ടുനിന്ന സർഗോത്സവം നാടൻ പാട്ടിന്റെയും അഭിനയത്തിന്റെയും അവതരണത്തോടെയാണ് അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂരിൽ ഭക്ഷ്യസുരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയിലെ വ്യാപാരികൾക്കായാണ് ക്യാമ്പ് നടത്തിയത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ബേപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ കീഴിൽ വ്യാപാരികൾക്കായി പ്രത്യേക ഭക്ഷ്യസുരക്ഷാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലീം രാമനാട്ടുകര ഉദ്ഘാടനം ചെയ്തു. അതിന്റെ മുകളിൽ പിന്നെ ഫ്രൂട്ട്സ് സലാഡ് അതിൻ്റെ വാങ്ങി തന്നു. പിന്നെ അതിന്റെ മുകളിൽ ഗ്രീൻ പീസ് കഴിക്കും. പിന്നെ അതിന്റെ മുകളിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടുന്ന കളർ വെള്ളത്ത് മുഴുവൻ ഒരു കഴിക്കും. ഇതൊന്നും ഒരു ടെസ്റ്റ് നടത്തി വിൽപ്പന നടത്തുന്ന ഉൽപ്പന്നങ്ങളല്ല തോന്നുന്നു. എന്നിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ഈ ഫാമിലി തിരിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ കട കയറും. ഒന്നിക്ക് സാഗർക്ക്, അല്ലെങ്കിൽ പാരകൾക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ റോസ്റ്റേഡേക്ക്, ഏതെങ്കിലും ബിരിയാണി കട കടകൾ അവിടെ നിന്ന് ഭക്ഷണം ഹെവി ഫുഡ് കഴിക്കും. അതാണ് ഭക്ഷണം അവരെ കണക്കിൽ. അതത് കഴിച്ചു കഴിഞ്ഞാൽ കാണാം ഒരുപാട് വിരുദ്ധാഹാരമായിട്ട് വയറ് കയറി വീട്ടിലെത്തുമ്പോൾ കാണാം ഛർദ്ദിക്കലും അഡ്മിറ്റ് ചെയ്യും. എന്തേ ചെയ്യും? എവിടുത്തെ ഭക്ഷണം ചെയ്യും? ഇന്ന സ്ഥലത്ത് ബിരിയാണി വെച്ചതാണ്. ആ ബിരിയാണി ചാവ ബിരിയാണി ഓത്ര ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി മുഴുവൻ വന്നാൽ കട പൂട്ടിക്കും. കട പൂട്ടിച്ച് കഴിഞ്ഞാൽ പോലും കഴിച്ചില്ലായി. കാരണം നടപടി എടുത്തല്ലോ. ഈ തട്ടുകടയിൽ നിന്നാണോ അല്ലെങ്കിൽ ഈ തെരുവച്ചോറിനാണെന്നൊന്നും ആർക്കും അറിയില്ല. മണ്ഡലം പ്രസിഡന്റ് OP രാജൻ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഗിരിജ, മണ്ഡലം ജനറൽ സെക്രട്ടറി K ബീരാൻ, ട്രഷറർ PM അജ്മൽ, യൂത്ത് വിംഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷിദ് അരീക്കാട്, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി
മിനി പ്രദീപ്, സുഭാഷ് ബേപ്പൂർ, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ നീലിമ എന്നിവർ സംസാരിച്ചു. പക്ഷെ ബീച്ചിലെന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു എല്ലാ മാസവും തന്നെ മൊബൈൽ ലാബ് ഇട്ട് വെച്ചിട്ട് എന്നും നമ്മുടെ ഒരു സ്ഥിരമായ സ്ക്വാഡ് ഇട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ബീച്ച് പോലത്തുള്ള ഏരിയ. പക്ഷെ എന്നാൽ പോലും ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ കുറെ കുറവുകളുണ്ട്, അത് സമ്മതിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വയനാട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നടത്തിയ ബൈക്ക് റാലിക്ക് വേൾഡ് റെക്കോർഡ്. മേപ്പാടിയിലെ ബോച്ചെ 1000 ഏക്കറിൽ നിന്നും ഗുണ്ടൽപേട്ടയിലേക്കാണ് റൈഡ് നടത്തിയത്. വയനാട് ടൂറിസം വികസനത്തിന്റെ ഭാഗമായി 1000 ബൈക്ക് റൈഡർമാർ ഒന്നിച്ച് 80 കിലോമീറ്റർ ദൂരം റൈഡ് നടത്തിയതോടെ പിറന്നത് പുതിയ വേൾഡ് റെക്കോർഡ്. ഡിസംബർ 1-നാണ് 1000 റൈഡർമാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ട് ആൻഡ് എന്റർടൈൻമെന്റ് പാർക്കുകളിലൊന്നായ വയനാട് മേപ്പാടിയിലെ ബോച്ചെ 1000 ഏക്കറിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്ക് റൈഡ് നടത്തിയത്. വയനാട് ടൂറിസത്തിന് പുത്തൻ ഉണർവേകാൻ റോയൽ എൻഫീൽഡ് ഹിമാലയൻ ക്ലബും പെറ്റ്ലോക്ക് മോട്ടോർ സ്പോർട്ടും ചേർന്ന് സെർവോ യൂത്ത്ഫുൾ വയനാട് 1000 റൈഡേഴ്സ് ടു ബോച്ചെ 1000 ഏക്കർ എന്ന പേരിൽ നടത്തിയ ഈ യാത്രയാണ് കലാം വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച ബൈക്ക് റാലിയിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രമുഖ ബൈക്ക് റൈഡർമാർ പങ്കെടുത്തു. റാലി ബോച്ചെ ഫ്ലാഗ് ഓഫ് ചെയ്തു. 1000 റൈഡർമാർ ഒരുമിച്ച് 80 കിലോമീറ്റർ പിന്നിട്ട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഗുണ്ടൽപേട്ടിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ റൈഡർമാർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കൂടാതെ റൈഡിൽ പങ്കെടുത്തവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലിക്ക് 10 ലക്ഷം രൂപ വില വരുന്ന സൂപ്പർ ബൈക്ക് സമ്മാനമായി നൽകി. യുവാക്കളുടെ നിറഞ്ഞ പങ്കാളിത്തത്തോടെ നടന്ന ഈ പരിപാടി കൂടുതൽ സഞ്ചാരികളെ വയനാട്ടിലേക്ക് തീർച്ചയായും ആകർഷിക്കുമെന്ന് ബോച്ചെ അഭിപ്രായപ്പെട്ടു. റൈഡിനോടനുബന്ധിച്ച് നവംബർ 30-ന് ബോച്ചെ 1000 ഏക്കറിൽ അഡ്വഞ്ചർ ഓഫ് റോഡ് റൈഡുകൾ, RC മോട്ടോർ ഷോ, ട്രഷർ ഹണ്ട്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ലൈവ് DJ, യോഗ, സൂംബ, ജംഗിൾ സഫാരി തുടങ്ങിയ വിവിധ പരിപാടികളും അരങ്ങേറിയിരുന്നു. ഇതോടൊപ്പം കൽപ്പറ്റ SKMJ സ്കൂൾ ഗ്രൗണ്ടിൽ വേൾഡ് റെക്കോർഡിന് വേണ്ടി ബൈക്കുകൾ കൊണ്ട് ബോച്ചെ എന്ന് അക്ഷരങ്ങൾ രൂപം കൊടുത്തുള്ള ബൈക്കോഗ്രഫിയും നടന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഹരിതഭവനം പദ്ധതി ജില്ലയിലെ CBSE സ്കൂളുകളിലും നടപ്പിലാക്കുന്നു. കോഴിക്കോട് സഹോദയ കോംപ്ലക്സ് CBSE അധ്യാപകർക്കുള്ള ഹരിതഭവനം ശില്പശാല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഗവാസ് ഉദ്ഘാടനം ചെയ്തു. അൽ ഹറാമിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സലീൽ ഹസൻ അധ്യക്ഷനായി. നിറവ് ഡയറക്ടർ ബാബു പറമ്പത്ത് ശില്പശാല നയിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ണി നാരായണൻ പദ്ധതി വിശദീകരിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി അബ്ദുള്ള സൽമാൻ, ഹനാൻ അഷ്റഫ്, K. ജയ്ഷേം, സപ്ന ജാസ്മിൻ, ലാക്കൽ കുഞ്ഞഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപനം ജീവിത തപസ്യയായി കണ്ട് ഔദ്യോഗികമായി വിരമിച്ചിട്ടും അധ്യാപന വൃത്തിയിൽ തന്നെ നിലയുറപ്പിച്ച വ്യക്തിയായിരുന്നു AK മൊയ്തീൻ മാസ്റ്റർ. 1979-ൽ സ്കൂൾ സ്ഥാപിതമായപ്പോൾ പ്രഥമ ഹെഡ് മാസ്റ്ററായി ചുമതലയേറ്റ മൊയ്തീൻ മാസ്റ്റർ ഒരു സ്ഥാപന മേലധികാരി എന്നതിനുമപ്പുറം ഒരു നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി മുന്നിൽ നിന്നും നയിച്ച വ്യക്തി കൂടിയായിരുന്നു എന്ന് സമ്മേളനം അനുസ്മരിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കർണാടക സ്റ്റേറ്റ് ഫിനാൻസ് സെക്രട്ടറിയുമായ ഡോക്ടർ PC ജാഫർ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരനും മുൻ വിദ്യാഭ്യാസ ഓഫീസറുമായ അബ്ദുള്ള കൊടോളി അനുസ്മരണ പ്രഭാഷണം നടത്തി. MA ഗഫൂർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ C. പോക്കർ, K. ഉസ്മാൻ, PC മോയിൻ, മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ CPM ജീർണത നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സരോവരത്തെ നീർത്തടങ്ങൾ നികത്തുന്നതിന് പിന്നിൽ ഭൂമാഫിയകളാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് VK സജീവൻ.
ഇന്ത്യൻ തടവുകാരെ മോചിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ലോകപര്യടനം നടത്തണമെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ കോഴിക്കോട് ശാഖയായ സുവർണ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.